ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഊർജ്ജ പരിവർത്തന മേഖലയിൽ 6.75 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി. ധൻബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് 100ാം സ്ഥാപക ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുജറാത്തിലെ ഖാവ്ഡയിൽ 520 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്ക് ഗ്രൂപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് അദാനി പറഞ്ഞു. പൂർണ്ണശേഷിയിൽ 2030 ആകുമ്പോഴേക്കും ഈ പാർക്ക് 30 GW ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. ശരാശരി ഗാർഹിക ഉപഭോഗത്തിൽ ഇത് പ്രതിവർഷം 60 ദശലക്ഷത്തിലധികം വീടുകൾക്ക് വൈദ്യുതി നൽകുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യത്തെ 10 GW ഇതിനകം കമ്മീഷൻ ചെയ്തതോടെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ഹരിത വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള പാതയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 COP30 ഇന്ത്യയുടെ സുസ്ഥിരത റാങ്കിംഗ് താഴ്ത്തിയ ഒരു റിപ്പോർട്ട് ഉയർന്നു വന്നു. നമ്മുടെ രാജ്യത്തിന് കൽക്കരി എക്സിറ്റ് ടൈം ലൈൻ ഇല്ലെന്നും കൽക്കരി ബ്ലോക്കുകൾ ലേലം ചെയ്യുന്നത് തുടരുകയാണെന്നും ബാധിച്ചു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മൊത്തം CO2 പുറന്തള്ളുന്നതിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണ്. എന്നാൽ പ്രതിശീർഷ കണക്കിൽ നമ്മുടെ ആളുകൾ 2 ടണ്ണിൽ താഴെയാണ് പുറന്തള്ളുന്നത്. US 14 ടൺ, ചൈനയിൽ 9 ടൺ, യൂറോപ്പിൽ 6 ടൺ എന്നിങ്ങനെയാണ് കണക്കെന്നും അദാനി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.